നമസ്കാരം. ബഹുമാനപ്പെട്ട HM സിസ്റ്റർ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യമാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ വരികൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങട്ടെ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് മിഴി തുറന്ന ദിനമാണ് ആഗസ്റ്റ് 15. 1947 ഇന്ത്യൻ ചരിത്രത്തിലെ വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ദിനം. ഓരോ ഇന്ത്യക്കാരും സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹാസിലേക്ക് പറന്നുയർന്ന ദിനം. അന്ന് ആഗസ്റ്റ് 15 ഇന്ത്യക്കാരുടെ പുനർജന്മത്തിൻ്റെ ദിനമായിരുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണെന്ന് നാം വിസ്മരിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും അങ്ങനെ തുടങ്ങിയ എത്രയെത്ര സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പോരാട്ട വീരകഥകൾ നാം പഠിച്ചിരിക്കുന്നു. അവർക്ക് മുമ്പിൽ നമുക്ക് ഒരു നിമിഷം പ്രണാമം അർപ്പിക്കാം. ഇന്ത്യ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ തട്ടകത്തിൽ ചുവടൂന്നി ഇന്ത്യയെ പടുതുയർത്തിയത്, ഇന്ത്യയെ ജനാധിപത്യ രാജ്യമാക്കിയത്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണം എന്ന് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. മറിച്ച് ഏകാധിപത്യ സാമ്രാജ്യം അല്ലായിരുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി സ്വീകരിച്ച അഹിംസയും അദ്ദേഹത്തിന്റെ സത്യാഗ്രഹം എന്ന സമരമാർഗം ലോകത്ത് തന്നെ മഹാത്മാഗാന്ധി സ്വീകരിച്ച അഹിംസയും അദ്ദേഹത്തിന്റെ സത്യാഗ്രഹം എന്ന സമരമാർഗം ലോകത്ത് തന്നെ സമര പോരാട്ടങ്ങൾക്ക് പുതിയ ദിശാസൂചകം നൽകി. അന്ന് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് ജവഹർലാൽ നെഹ്റു ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയതോടെയാണ് നീണ്ട വിദേശാധിപത്യത്തിൽ നിന്ന് ഇന്ത്യ മോചനം നേടിയത്. ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് നാം പ്രതിജ്ഞ ചെയ്യുമ്പോഴും, ദേശീയഗാനം പാടുമ്പോഴും, ദേശീയ പതാക ഉയർത്തുമ്പോഴും എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്? കൊലപാതകങ്ങളും സ്ത്രീധന മരണങ്ങളും ബാലവേലയും പീഡനങ്ങളും അതിക്രമങ്ങളും തുടർക്കഥകളാകുന്ന രാജ്യം. യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. 1947 നിന്നും 2025 ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടി വികസന രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതികം, വിദ്യാഭ്യാസം, പ്രതിരോധ മേഖല എന്നിവയിലെല്ലാം ഇന്ത്യ കുതിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴും വന്ദേമാതരത്തിൽ മുഴക്കുമ്പോഴും അവയെല്ലാം നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള മന്ത്രധ്വനികളായി മാറണം. കവി പറയും പോലെ, ആണ്ടിക്കൊരിക്കൽ ഒരാഗസ്റ്റ് 15 നുണയേണ്ട മധുരമോ ഭാരതം. അല്ല, അത് നമ്മുടെ രക്തവും വികാരവുമാണ്. അഴിമതിയും ഭിന്നതകളും കലഹങ്ങളും ജാതിഭേദങ്ങളുമില്ലാത്ത ഒരു ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒത്തൊരുമയോടെ ഒരൊറ്റ ഇന്ത്യക്കായി നമുക്ക് പോരാടാം. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.